ട്രെൻഡിങ്ങിനൊപ്പം നമ്മളും ഓടണ്ടേ? അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബ്രെഡ് ടോസ്റ്റ് ആട്ടോ കാണിക്കുന്നത്. അപാര ടേസ്റ്റാണ്, മിനിറ്റുകൾക്കുള്ളിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. 3 വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത്. ഈ ഒരു ബ്രെഡ് ടോസ്റ്റിന് നമുക്ക് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഐസ്ക്രീമാണ് കേട്ടോ. ഞാൻ വാനില ഐസ്ക്രീമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഏത് ഫ്ലേവറും നിങ്ങൾക്ക് എടുക്കാം. വാനില ആയിരിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാനിലാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ അലിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മൈക്രോവേവ് ചെയ്താലും മതി. ഒരു 30 സെക്കൻഡ്, ഒരു മിനിറ്റ്, ഏകദേശം ഒരു മിനിറ്റോളം ഒന്ന് മൈക്രോവേവ് ചെയ്തെടുത്താലും പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും. അപ്പോൾ അത് അലിയിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ബട്ടർ ഒന്ന് മെൽട്ടാക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഈ ഒരു ഐസ്ക്രീം മിക്സിലേക്ക് നമുക്ക് ഈ ഒരു ബ്രെഡ് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് 2 സൈഡിലും ഇതുപോലെ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൽ വെച്ചിട്ട് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഈ എഗ്ഗിലൊക്കെ വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കൂലേ, അതേപോലെ തന്നെയാണ്, ഐസ്ക്രീമിലാണെന്ന് മാത്രം. നല്ല ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ഐറ്റം തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എന്തായാലും നിങ്ങളത് തയ്യാറാക്കി നോക്കും. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ഒത്തിരി ഇഷ്ടം, ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു ഐറ്റം ആയിരിക്കും. ഒരു ഭാഗം ഒന്ന് ടോസ്റ്റായിട്ട് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഏകദേശം ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന, നമ്മൾ ടോസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് അറിയാലോ, അതുവരെ നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് 2 സൈഡും ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ പാനിൽ നിന്ന് എടുക്കട്ടെ. അങ്ങനെ ഒന്നും കൂടെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അങ്ങനെ 3 ഞാൻ ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഇതുപോലെ കഴിക്കാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒരു ആർഭാടവും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ചൂടോടുകൂടെ ഒരു ഐസ്ക്രീം ഇട്ട് കൊടുക്കണം കേട്ടോ. ആ ഒരു ചൂടിൽ തന്നെ അത് മെൽട്ടായിട്ട് ഇങ്ങനെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. ഒന്നും കൂടെ ഒന്ന് ആർഭാടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബദാം ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്, അതൊന്നും നിർബന്ധമില്ല കേട്ടോ. എന്നിട്ട് ആ ഐസ്ക്രീമിൽ ഇങ്ങനെ ആ ഒരു ബ്രെഡ് ടോസ്റ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടോസ്റ്റുമാണ്. അതുപോലെ ആ ഒരു ഐസ്ക്രീമും കൂടെ ആ ഒരു ചൂടിൽ അതിങ്ങനെ വരുമ്പോൾ അടിപൊളിയാണ്. കൂടെ ഈ ഒരു നട്സ് കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പൊളിക്കും. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.